അമേരിക്കയിലെ അൽക്കട്രാസ് എന്ന ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിലാണ് അമേരിക്കയിലെ തന്നെ ഏറ്റവും അധികം സെക്യൂരിറ്റി ഉള്ള ജയിൽ സ്ഥിതി ചെയ്യുന്നത്. ആ ജയിലിൽ അടക്കപ്പെട്ടാൽ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിൽ പോലും ആ ജയിലിൽ ചാടാൻ സാധ്യമല്ല. എന്നാൽ ഫ്രാങ്ക് മോറിസ് എന്ന നമ്മുടെ കഥയിലെ ഹീറോനെ ആ ജയിലിലാണ് അടച്ചത്. മൂപ്പര് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൂട്ടിയത് എന്ന് കഥ കണ്ടു തന്നെ നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത് 1979 പുറത്തിറങ്ങിയ എസ്കേപ്പ് ഫ്രം അൽക്കട്രാസ് എന്ന സിനിമയാണ്. കഥ നടക്കുന്നത് വർഷം 1960 ആൻഡ് ഇതൊരു റിയൽ സ്റ്റോറിയാണ്. കഥയുടെ തുടക്കത്തിൽ തന്നെ കുറച്ച് പോലീസുകാർ ഒരു ജയിൽ പുള്ളിയെ ഒരു ബോട്ടിൽ കയറ്റി എങ്ങോട്ടേക്കോ കൊണ്ടുപോകുന്നത് കാണാം. ദാ ആ ദൂരെ കാണുന്ന ആ ബിൽഡിംഗ് ആണ് അൽക്കട്രാസ് പ്രിസൺ. അൽക്കട്രാസ് എന്ന ദ്വീപിലാണ് അൽക്കട്രാസ് ജയിൽ സ്ഥിതി ചെയ്യുന്നത്. അവിടത്തേക്കാണ് ഈ ജയിൽ പുള്ളി അഥവാ നമ്മുടെ കഥയിലെ ഹീറോ ആയ ഫ്രാങ്ക് മോറിസ് എന്ന ജയിൽ പുള്ളിയെ കൊണ്ടുപോകുന്നത്. നമ്മുടെ ഹീറോനെ എന്തുകൊണ്ടാണ് ഈ ജയിലിലേക്ക് മാറ്റുന്നത് എന്നൊക്കെ ഞാൻ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അൽക്കട്രാസ് ജയിലിൽ എത്തിച്ച ഫ്രാങ്കിനെ ആദ്യം അവരൊരു മെറ്റൽ ഡിറ്റക്ടർ വഴി കടത്തിവിട്ടു. അതിനുശേഷം ഒരു ഓഫീസർ ഫ്രാങ്കിനെ മുഴുവനായിട്ടും പരിശോധിക്കുകയാണ്. ആദ്യം തലമുടി ഒട്ടാകെ പരിശോധിച്ചു, ശേഷം രണ്ട് ചെവിയുടെ അകത്ത് പരിശോധിച്ചു, പിന്നീട് വായുടെ അകത്ത്, മൂക്കിന്റെ ദ്വാരങ്ങളുടെ അകത്ത്, കണ്ണുകൾ, എന്തിന് പ്രൈവറ്റ് പാർട്സ് വരെ അവര് വിശദമായി പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സെക്യൂരിറ്റീസ് താണ്ടി അവര് അടിവസ്ത്രം ഒന്നും ഇല്ലാതെ നമ്മുടെ ഹീറോനെ സെല്ലിലേക്ക് മാറ്റി. എന്നിട്ട് ആ ഓഫീസർ ഹീറോനെ സെല്ലിൽ അടച്ചിട്ട് പറയുകയാണ്, വെൽക്കം ടു അൽക്കട്രാസ് എന്ന്. ഈ ജയിലിലെ ജയിൽ പുള്ളികൾ വരെ പട്ടാള ചിട്ടയിലാണ് നിൽക്കുന്നത്. അതായത് ബെല്ലടിക്കുന്ന സമയത്ത് എല്ലാവരും ഒരേ സമയം സെല്ലിൽ നിന്ന് പുറത്തിറങ്ങണം. ആ സമയം കടന്ന് കൂർക്കം വലിച്ചുറങ്ങിയാൽ നല്ല ഇടി തന്നെ പോലീസ് ഓഫീസേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടും. ഇവിടെ ഈ ജയിൽ പുള്ളികളൊക്കെ പട്ടാളക്കാരൊക്കെ നടക്കുന്നത് പോലെ മാർച്ച് ചെയ്ത് നടക്കുന്നത് കാണാം. അവര് ഭക്ഷണം കഴിക്കാനാണ് പോകുന്നത്. ഫ്രാങ്കിന്റെ മുന്നിൽ ഇരിക്കുന്ന ഈ പ്രായമായ ജയിൽ പുള്ളിയുടെ പേരാണ് ലിറ്റ്മസ്. നല്ല ഭക്ഷണപ്രിയനാണ്, നല്ല സ്വഭാവമാണ്, നല്ല സംസാരവുമാണ്. ലിറ്റ്മസ് ഫ്രാങ്കിനെ പരിചയപ്പെട്ടു. ലിറ്റ്മസിന്റെ ഭക്ഷണം കഴിക്കുന്ന സ്പീഡ് കണ്ടിട്ട് തന്റെ ഭക്ഷണത്തിൽ നിന്ന് കുറച്ച് ഫ്രാങ്ക് ലിറ്റ്മസിനും കൊടുത്തു. പക്ഷെ ലിറ്റ്മസ് ഭക്ഷണം കഴിക്കുന്ന സമയം കുറച്ച് ഫുഡ് താഴേക്ക് കൊണ്ടുപോകുന്നതായിട്ട് ഫ്രാങ്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് എന്താണ് എന്ന് നോക്കാനായി ഫ്രാങ്ക് കുനിനെ നോക്കിയപ്പോൾ ലിറ്റ്മസിന്റെ മടിയിൽ ഒരു കുട്ടി എലിയുണ്ട്. അപ്പോൾ ലിറ്റ്മസ് വളർത്തുന്ന എലിയാണ് ഇത്. അപ്പോൾ ലിറ്റ്മസ് ഭക്ഷണം കഴിക്കുന്ന സമയം ലിറ്റ്മസ് തന്റെ വളർത്ത് എലിക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പിന്നെ അവര് ഭക്ഷണം കഴിക്കുന്ന സമയം വുൾഫ് എന്ന പേരുള്ള ഇദ്ദേഹം എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ച് ഫ്രാങ്കിനെ വശീകരിക്കാനായി നോക്കുന്നത് കാണാം. അതായത് അദ്ദേഹം ഒരു ഗേ ആണ്. പുതുതായി ജയിലിൽ വന്ന് നമ്മുടെ ഹീറോനെ വശീകരിക്കാനാണ് വുൾഫ് എന്ന ഇദ്ദേഹം ശ്രമിക്കുന്നത്. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ ഫ്രാങ്ക് അങ്ങേരെ നോക്കാനൊന്നും നിന്നിട്ടില്ല. രാത്രി സമയം ഫ്രാങ്ക് ബെഡിൽ കിടന്ന് ചില കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്ന സമയമാണ് ഒരു ഓഫീസർ വന്നത്. അദ്ദേഹം ഫ്രാങ്കിനോട് പറയാണ്, ഡോളിസൺ സാറിന് നിന്നെ കാണണം, എന്റെ കൂടെ വാ. ആ ജയിലിലെ ഏറ്റവും ഉയർന്ന പദവിയിലുള്ള ഇദ്ദേഹത്തിന്റെ പേരാണ് ഡോളിസൺ. അദ്ദേഹം ഫ്രാങ്കിനെ തന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത് ചില കാര്യങ്ങൾ ഫ്രാങ്കിനോട് പറയാൻ വേണ്ടിയാണ്. അപ്പോ അദ്ദേഹം പറയാണ്, സമൂഹത്തിലെ നിയമങ്ങൾ ലംഘിച്ചാൽ അവര് നിങ്ങളെ ജയിലിലേക്ക് അയക്കും. എന്നാൽ ജയിലിലെ നിയമങ്ങളും നിങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ അവർ അയക്കുന്നത് ഒരേ ഒരു സ്ഥലത്തേക്കാണ്. അതാണ് അൽക്കട്രാസ് ജയിൽ. അപ്പോ ഇദ്ദേഹം അൽക്കട്രാസ് ജയിലിനെ കുറിച്ചാണ് നമ്മുടെ ഹീറോനോട് പറഞ്ഞു കൊടുക്കുന്നത്. അൽക്കട്രാസ് ജയിൽ അമേരിക്കയിലെ മറ്റു ജയിലുകൾ പോലെയല്ല. ഇവിടെ ഓരോ ജയിൽ പുള്ളികളും ഓരോ സെല്ലിലാണ്. ജയിൽ പുള്ളികൾക്ക് പ്രോഗ്രാംസോ കൗൺസിലിങ്ങോ ഒന്നുമില്ല. പുറത്ത് എന്താണോ നടക്കുന്നത് അത് നിങ്ങൾ അറിയാനായി പോകുന്നില്ല. ന്യൂസ് പേപ്പർ, മാഗസിൻസ് എല്ലാം ഇവിടെ നിരോധിച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്താണോ പറയുന്നത് അതാണ് ഇവിടുത്തെ നിന്നെ പോലുള്ള ജയിൽ പുള്ളികൾ ചെയ്യുക. ദിവസവും ഷേവ് ചെയ്യണം, ആഴ്ചയിൽ 2 തവണ കുളിക്കണം, മാസത്തിൽ ഒരിക്കൽ മുടി വെട്ടണം. എന്നാൽ ചില പ്രിവിലേജസ് നിങ്ങൾക്ക് കിട്ടും. മാസത്തിൽ ഒരിക്കൽ മാത്രം 2 വിസിറ്റേഴ്സ് അലൗഡ് ആണ്. നീ പറ, നിനക്ക് ആരൊക്കെയാണ് വിസിറ്റേഴ്സ് ആയി വേണ്ടത്? ആ 2 പേരുടെ പേര് പറഞ്ഞു തന്നാൽ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാം. മുൻപെപ്പെങ്കിലും ജയിലിൽ കിടന്ന ആൾക്കാർക്കൊന്നും വിസിറ്റർ ആയി വരാൻ അനുവാദമില്ല. അപ്പൊ ഫ്രാങ്ക് പറയാണ്, എനിക്ക് ആരുമില്ല. അതായത് ഫ്രാങ്കിന് കുടുംബാംഗങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഡോളിസൺ സാറ് പറയാണ്, നിനക്ക് ആരുമില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. നിന്റെ മുഴുവൻ ചരിത്രവും എനിക്ക് നന്നായി അറിയാം മോനെ. നീ ഒരുപാട് ജയിലിൽ കിടന്നിട്ടുണ്ട്. ആ കിടന്ന ജയിലിൽ നിന്നൊക്കെ നീ ചാടിയിട്ടുമുണ്ട്. ഇവിടെ നിന്നും അതേ പരിപാടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പുതിയ മനസ്സിൽ വെച്ചാൽ മതി എന്നൊക്കെ ഡോളിസൺ ഫ്രാങ്കിനോട് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞയച്ചു. പിന്നെ അവിടുന്ന് ഡോളിസണിന്റെ ഓഫീസിൽ നിന്ന് പോകുന്ന സമയം അദ്ദേഹം കാണാതെ അദ്ദേഹത്തിന്റെ നെയിൽ കട്ടർ നമ്മുടെ ഹീറോ മോഷ്ടിച്ചിട്ടുണ്ട്. ശേഷം ആ നെയിൽ കട്ടർ തന്റെ ബൈബിളിന്റെ അകത്ത് ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തു. സോ ഇവിടെ ഒരു ദിവസം അവര്
എല്ലാവരും കുളിക്കുകയാണ്. അപ്പോ ഈ ജയിലിൽ നിന്ന് എങ്ങനെയാണ് കുളിക്കുക എന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരുമിച്ച് അടിവസ്ത്രമൊന്നും ഇല്ലാതെ ഒരുമിച്ചാണ് കുളിക്കുക. ലിറ്റ്മസ് എന്ന പ്രായമായ ആള് നമ്മുടെ ഹീറോന്റെ അടുത്ത് തന്നെയുണ്ട്. അദ്ദേഹം വളർത്തുന്ന എലിയും അദ്ദേഹം കുളിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഫ്രാങ്ക് ലിറ്റ്മസിനോട് ചോദിക്കാണ്, നിങ്ങൾ രണ്ടുപേരും എല്ലാം ഒരുമിച്ചാണോ ചെയ്യുക? ലിറ്റ്മസ് പറയാണ്, അതെ, ഞാൻ ഉറങ്ങുമ്പോൾ ഇവനും ഉറങ്ങും, ഞാൻ കുളിക്കുമ്പോൾ ഇവനെയും ഞാൻ കുളിപ്പിക്കും, ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയം ഇവൻക്കും ഞാൻ ഭക്ഷണം കൊടുക്കും, എനിക്ക് ഈ ജയിലിൽ ആകെയുള്ള കമ്പനി ഇവൻ മാത്രമാണ് എന്നൊക്കെ ഫ്രാങ്കിനോട് തന്റെ പ്രിയപ്പെട്ട എലിയെക്കുറിച്ച് ലിറ്റ്മസ് പറയുകയാണ്. ആ സമയമാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഗെയില്, അതായത് വുൾഫ് എന്ന പേരുള്ള ഇദ്ദേഹം ഫ്രാങ്കിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഹേയ്, എന്റെ പേര് വുൾഫ് എന്നാണ്, ഞാൻ ഒരു പാർട്ട്ണറിനെ തിരയുകയാണ്. അപ്പൊ ഫ്രാങ്ക് ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞു. നിനക്ക് ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു, ഞാൻ ഓൾറെഡി എന്റെ പാർട്ട്ണറിനെ കണ്ടെത്തി എന്ന് വുൾഫ് ഫ്രാങ്കിനോട് പറയാണ്. ഫ്രാങ്ക് ചിരിച്ചുകൊണ്ട്, വാടാ മോനെ ഇങ്ങ വാ എന്ന് പറഞ്ഞ് അവന്റെ വയറ്റിലിട്ട് തന്നെ 2 ഇടിയും കൊടുത്ത് സോപ്പ് വായിൽ തിരികെ കയറ്റി വീണ്ടും ഇടിച്ച് നിലത്തിട്ടു. ഒരു ദിവസം ഒരു പോലീസുകാരൻ ഫ്രാങ്കിനെ വിളിച്ചിട്ട് പറയാണ്, ഇന്ന് ലൈബ്രറിയിൽ ജോലി നീ ചെയ്യണം. എന്നിട്ട് ഫ്രാങ്കിനെ ലൈബ്രറിയിലേക്ക് അയച്ചു. സോ ഇദ്ദേഹത്തിന്റെ പേരാണ് ഇംഗ്ലീഷ്. അതെ, ഇംഗ്ലീഷ് ഭാഷയിലെ ആ ഭാഷയുടെ പേരാണ് ഇങ്ങേർക്കുള്ളത്. സോ ഇംഗ്ലീഷിന്റെ അടുത്ത് പോയിട്ട് ഫ്രാങ്ക് പറയാണ്, എന്നെ ഓഫീസറാണ് അയച്ചത്, ഇവിടെ ജോലിയുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇംഗ്ലീഷ് പറയാണ്, ദാ ആ കാട്ട് കണ്ടില്ലേ, അത് തള്ളി സെല്ലിലേക്ക് കൊണ്ടുപോയി അവർക്ക് വേണ്ടുന്ന ബുക്സ് കൊടുക്ക്. അപ്പൊ ഫ്രാങ്ക് ചോദിക്കാണ്, എന്നോട് ഡോൾസൺ സാറ് പറഞ്ഞത് ഇവിടെ മാഗസിൻ ഒന്നും ഇല്ല എന്നാണല്ലോ. അപ്പൊ ഇംഗ്ലീഷ് പറയാണ്, ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള പഴകിയ കഥകളുള്ള നോവൽസും ബുക്സുമാണ്, അല്ലാതെ പുറത്തു നടക്കുന്ന വാർത്തകളുള്ള ഒരു ബുക്സും ഇവിടെ ലഭ്യമല്ല. താങ്കൾക്ക് ഈ ജയിൽ ചാടിക്കൂടെ എന്ന് ഫ്രാങ്ക് ചോദിച്ചപ്പോൾ ഇംഗ്ലീഷ് അതിന് കൊടുത്ത മറുപടി, 10 വർഷമായി ഞാൻ ഈ ജയിലിലെത്തിയിട്ട്. ഞാൻ അലബാമയിൽ നിന്ന് ഒരു ബാറിൽ പോയതാണ്. അവിടുന്ന് 2 അവന്മാര് എന്നെ കളിയാക്കാൻ തുടങ്ങി. അതായിരുന്നു അവരുടെ ആദ്യത്തെ തെറ്റ്. അവര് കത്തി പുറത്തെടുത്തു. അത് അവർ ചെയ്ത 2ാമത്തെ തെറ്റ്. അവന്മാര് ആ കത്തി ആർക്ക് നേരെയാണ് എടുത്തത് എന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു. അതായിരുന്നു അവരുടെ 2 പേരുടെയും ജീവിതത്തിലെ തന്നെ അവസാനത്തെ തെറ്റ്. അതായത് ഇംഗ്ലീഷ് എന്ന ഇദ്ദേഹം ആ 2 പേരെയും കൊന്നുകളഞ്ഞു. അതിന് ശിക്ഷയായിട്ട് 99 വർഷം ജയിൽ ശിക്ഷയാണ് ഇംഗ്ലീഷിന് കോടതി വിധിച്ചത്. അതായത് തന്റെ ജീവിതകാലം മുഴുവനും ഇനി ഇംഗ്ലീഷ് ഈ ജയിലിൽ ജീവിച്ചു തീർക്കണം. ഫ്രാങ്ക് ചോദിക്കാണ്, അവരല്ലേ ഇങ്ങോട്ട് വന്നത്, അപ്പോൾ സെൽഫ് ഡിഫൻസിന് കൊന്നതാണ് എന്ന് കോടതിയിൽ വാദിച്ചുകൂടെ? അപ്പോ ഇംഗ്ലീഷ് പറയാണ്, കോടതിയിൽ വാദിക്കാൻ ഞാൻ നിന്നെ പോലെ വെളുത്തിട്ടല്ല. അതായത് പണ്ട് കാലങ്ങളിൽ നിങ്ങൾക്കറിയാമല്ലോ, കറുത്ത വർഗത്തിൽപ്പെടുന്ന ആൾക്കാർക്കൊക്കെ തീരെ പ്രിവിലേജ് ലഭിക്കില്ല. അവര് ചെയ്ത വളരെ ചെറിയ കുറ്റമാണെങ്കിൽ കൂടി കറുത്ത വർഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് പരമാവധി വലിയ ശിക്ഷ തന്നെ കൊടുക്കാറുണ്ട്. അതായത് ആ കാലത്തൊക്കെ ഭയങ്കര റേസിസ്റ്റ് ആയിട്ടുള്ള മൈൻഡുള്ള സൊസൈറ്റി ആയിരുന്നു. സോ ഇവിടെ ഫ്രാങ്ക് സെല്ലിലൊക്കെ മാഗസിൻസ് കൊടുക്കാനായി പോയി. അങ്ങനെ സെല്ലിലൊക്കെ മാഗസിൻ കൊടുത്ത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു ഓഫീസർ തടഞ്ഞു നിർത്തിയിട്ട് പറയാണ്, എങ്ങോട്ടേക്കാ? അവിടെ ബുക്സ് കൊടുക്കണ്ടേ സർ? അത് ഡി സെക്ഷൻ ആണെന്ന് അറിയത്തില്ലേ? അവിടെ ബുക്സ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യവുമില്ല, കാരണം അവിടെ മുഴുവനും ഇരുട്ടാണ്. ഡി സെക്ഷൻ സെല്ലുകളിൽ നിന്ന് ജയിൽ പുള്ളികൾ അലറി വിളിക്കുന്നതും നമ്മുടെ ഹീറോ കേൾക്കുന്നുണ്ട്. സോ ഇവിടെ ഒരാൾ പെയിന്റിംഗ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഡോക്ക് എന്ന പേരുള്ള ഇദ്ദേഹം നല്ലൊരു പെയിന്റർ ആണ്. അദ്ദേഹം ഫ്രാങ്കിനെ പരിചയപ്പെട്ടിട്ട് പറയാണ്, നീ സൂക്ഷിക്കണം, നീ അന്ന് വുൾഫിനെ അടിച്ചതല്ലേ, അവൻ ആളൊരു സൈക്കോ സ്വഭാവമാണ്, അവൻ നിന്നെ ഉറപ്പായും തിരിച്ച് അറ്റാക്ക് ചെയ്യും, അതുകൊണ്ട് എപ്പോഴും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ ഡോക്ക് ഹീറോനോട് പറയുന്നുണ്ട്. അതിനുശേഷം അവിടെ പുറത്ത് ഇംഗ്ലീഷ് ഇരിക്കുന്നുണ്ട്. ഫ്രാങ്ക് ഇംഗ്ലീഷിന്റെ അടുത്ത് പോയിട്ട് പറയാണ്, സോ ഇതുവരെ ഈ ജയിലിൽ നിന്ന് ഒരാൾ പോലും ചാടി രക്ഷപ്പെട്ടിട്ടില്ലേ? അപ്പൊ ഇംഗ്ലീഷ് പറയാണ്, ശ്രമങ്ങൾ പലരും നടത്തിയിട്ടുണ്ട്, എന്നാൽ ഒന്നും നടക്കാനായി പോകുന്നില്ല. എനിക്ക് നിന്റെ മൈൻഡ് വായിക്കാൻ പറ്റുന്നുണ്ട്, നിന്റെ മനസ്സിൽ എങ്ങനെങ്കിലും ഈ ജയിലിൽ ചാരണം എന്നാണ് അല്ലേ ഫ്രാങ്ക്? എന്നാൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. സപ്പോസ് നീ സെല്ലിൽ നിന്ന് രാത്രി പുറത്തിറങ്ങി എന്ന് തന്നെ വിചാരിക്കുക. ഈ ഗാർഡ്സിനെ വെട്ടിച്ച് നീ എങ്ങനെ പുറത്തിറങ്ങും? പോട്ടെ, നീ ഈ ഗാർഡ്സിനൊക്കെ വെട്ടിച്ച് പുറത്തിറങ്ങി എന്ന് തന്നെ ഇരിക്കട്ടെ, ഈ തണുപ്പുള്ള വെള്ളം നീന്തി നിനക്ക് അപ്പുറം കടക്കാൻ സാധിക്കുമോ? എത്ര നല്ല കായിക പരിശീലനമുള്ള സ്വിമ്മർ ആണ് എന്ന് പറഞ്ഞാൽ പോലും ഈ വെള്ളം നീന്തി കടന്ന് അപ്പുറം എത്തുന്നത് ഇമ്പോസിബിൾ ആണ്, അത്രയും തണുപ്പാണ്. മറ്റു ജയിലുകളിൽ നിന്ന് അണ്ടർഗ്രൗണ്ട് വഴിയെങ്കിലും രക്ഷപ്പെടാം, എന്നാൽ ഈ ജയില് ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ അണ്ടർഗ്രൗണ്ട് വഴി രക്ഷപ്പെടും? സോ ഫ്രാങ്ക്, ഇത് ഇമ്പോസിബിൾ ആണ്. ഒരിക്കൽ ഈ ജയിലിൽ എത്തിപ്പെട്ടാൽ പിന്നെ ഒരു മടക്കമില്ല എന്നൊക്കെ ഇംഗ്ലീഷ് ഫ്രാങ്കിനോട് പറയുന്നുണ്ട്. എന്നാൽ ഇത്രയൊക്കെ കേട്ടിട്ടും നമ്മുടെ ഹീറോ ഒന്നും ചെയ്യാതെ നിൽക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഗൈസ്, അവസാനം വരെ വെയിറ്റ് ആൻഡ് വാച്ച്. ഫ്രാങ്ക് സെല്ലിൽ
ഇരിക്കുന്ന സമയം ഒരു ഓഫീസർ ഫ്രാങ്കിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, നാളെ മുതൽ കാർപ്പൻട്രി സെക്ഷനിലാണ് നിനക്ക് ജോലി എന്ന്. സോ ഇവിടെ ഫ്രാങ്കും ഡോക്കും പുറത്തുനിന്ന് സംസാരിക്കുകയാണ്. ആ സമയം പിന്നിൽ നിന്ന് വുൾഫ് വരുന്നുണ്ട് ഫ്രാങ്കിനെ ആക്രമിക്കാനായിട്ട്. അപ്പോ ഇത് ഡോക്ക് കണ്ടപ്പോൾ ഡോക്ക് ഫ്രാങ്കിനോട് പറയാണ്, നിന്നെ ആക്രമിക്കാൻ വുൾഫ് പിന്നിൽ വരുന്നുണ്ട്, അവന്റെ കയ്യിൽ ആയുധമുണ്ടോ, ഉണ്ടെങ്കിൽ ഏത് കയ്യില് എന്ന് ഡോക്കിനോട് ചോദിച്ചു. ഡോക്ക് ഇടത്തെ കയ്യിൽ എന്നും പറഞ്ഞു. അങ്ങനെ ഹീറോ പെട്ടെന്ന് പിന്നിലേക്ക് തിരിഞ്ഞ് തന്നെ ആക്രമിക്കാൻ വന്ന വുൾഫിനെ തിരിച്ച് ഇടിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ പോലീസ് എത്തി. അതിൽ നിന്ന് ഒരു പോലീസിനെ വുൾഫ് ചെറുതായി വെട്ടിയിട്ടുമുണ്ട്. എന്നാൽ മുകളിൽ നിന്ന് ഓഫീസർ നിലത്തേക്ക് വെടിവെച്ചിട്ട് വുൾഫിനെ ഫ്രീസ് ചെയ്തു. എന്നിട്ട് കത്തി താഴെ ഇടാനായിട്ട് ആവശ്യപ്പെട്ടു. ശേഷം വുൾഫിനെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നത് വേറെ എവിടെയുമല്ല, ഡി ബ്ലോക്ക് സെക്ഷനിലേക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ ആ ഇരുട്ടുള്ള സെല്ല്, അവിടത്തേക്ക് തന്നെ. വുൾഫിനെ മാത്രമല്ല ഫ്രാങ്കിനെയും അവര് ഡി ബ്ലോക്കിലേക്ക് മാറ്റുന്നുണ്ട്. ഫ്രാങ്ക് ചോദിക്കാണ്, സർ എന്നെന്തിന് അവനില് ഇങ്ങോട്ട് വന്ന് എന്നെ ഇടിക്കാൻ ശ്രമിച്ചത്? നീ ഇങ്ങോട്ടൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് ഫ്രാങ്കിനെയും ഡി ബ്ലോക്ക് സെല്ലിലേക്ക് അടക്കാനായി കൊണ്ടുപോവുകയാണ്. ആ സമയവും വുൾഫ് ഫ്രാങ്കിനെ വെല്ലുവിളിക്കുന്നുണ്ട്. അതായത്, ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന്. അപ്പൊ ഓഫീസർ പറയാണ്, ആദ്യം നീ മരിക്കുന്നതിന് മുൻപ് ഈ സെല്ലിന്ന് പുറത്തിറങ്ങുമോ എന്ന് നോക്കാമെന്ന്. സോ ഇവിടുത്തെ കാലാവസ്ഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര തണുപ്പാണ്. അപ്പോ ഈ ഡി ബ്ലോക്ക് ഫുൾ ഇരുട്ടാണ്, ഒരു വെളിച്ചം പോലും ഇല്ല. ഇടയ്ക്കിടെ പോലീസ് വരും, എന്നിട്ട് സെല്ല് തുറക്കില്ല, പകരം ഒരു വലിയ പൈപ്പ് വെച്ച് അകത്തേക്ക് ജയിൽ പുലിയുടെ ദേഹത്തേക്ക് വെള്ളം അടിച്ചു വിടും. അതും അത്രയും തണുത്ത വെള്ളമാണ് ഈ ഡി ബ്ലോക്ക് സെക്ഷൻ സെല്ലിൽ കിടക്കുന്ന ജയിൽ പുലിയുടെ ദേഹത്തേക്ക് അടിക്കുക. വേറൊരു ദിവസം വീണ്ടും ഓഫീസർ സെല്ല് തുറന്നപ്പോ ഫ്രാങ്ക് പേടിച്ച് ഒരു മൂലക്ക് മാറിപ്പോവുകയാണ്. ഫ്രാങ്ക് കരുതി വെള്ളം ദേഹത്ത് അടിക്കാൻ വേണ്ടി ആയിരിക്കുമെന്ന്. എന്നാൽ ഓഫീസർ പറയാണ്, നിനക്ക് നിന്റെ പഴയ സെല്ലിലേക്ക് പോകാമെന്ന്. ഫ്രാങ്ക് സെല്ലിൽ തിരിച്ചു വന്നപ്പോൾ ലിറ്റ്മസിന്റെ എലി ഫ്രാങ്കിന്റെ അടുത്തേക്ക് വന്നു. ആ എലിയുടെ മേൽ ഒരു ചെറിയ പേപ്പർ ഉണ്ട്. അത് എടുത്തു നോക്കിയപ്പോൾ ലിറ്റ്മസ് അയച്ച ലെറ്റർ ആണ്, അതായത് വെൽക്കം ബാക്ക് എന്ന്. അൽക്കട്രാസ് ജയിലിൽ പുതുതായി വന്ന ഇദ്ദേഹമാണ് ചാർലി. ഫ്രാങ്കിന്റെ തൊട്ടടുത്തുള്ള സെല്ലാണ് ചാർലി കിടക്കുന്നത്. ഇവിടെ ഡോക്ക് ഫ്രാങ്കിനോട് ചാർലിയെ കുറിച്ച് ചോദിക്കാണ്, ഏതാ ഇവൻ, പുതിയതാണോ? അതെ എന്ന് ഫ്രാങ്ക് പറഞ്ഞു. എന്തായി താങ്കളുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയോ എന്ന് ഫ്രാങ്ക് ചോദിച്ചപ്പോൾ ഡോക്ക് പറയാണ്, ഞാൻ ഡോളിസൺ സാറിന്റെ പടമാണ് വരക്കുന്നത്, ചിലപ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടമായാലോ. പക്ഷെ സംഭവിച്ചത് എന്തെന്ന് വെച്ചാല് ഡോളിസൺ അത്ര കണ്ണിച്ചോരയുള്ള ഓഫീസർ ഒന്നുമല്ല. അദ്ദേഹം ഡോക്കിന്റെ സെല്ലിൽ നിന്ന് തന്നെ ഡോക്ക് വരച്ച പെയിന്റിംഗ് കണ്ടു. സോ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പെയിന്റിംഗ് കണ്ടാൽ ആരായാലും ഒരു താങ്ക്സ് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യും അല്ലെ. എന്നാൽ ഈ ഡോളിസൺ എന്ന ഓഫീസർ ചെയ്തത് എന്തെന്ന് വെച്ചാല് ഒരു ഓഫീസറിനെ തന്റെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് പറയാണ്, ആ ഡോക്ക് എന്ന ജയിൽ പുലി ഇനി വരക്കാൻ പാടില്ല, അവന്റെ ആ പ്രിവിലേജ് എന്നേക്കുമായി നിരോധിച്ചേക്ക്. അവന്റെ സെല്ലിൽ നിന്ന് എല്ലാ പെയിന്റ് ബ്രഷസും പെയിന്റിങ്സും പെയിന്റ്സും എല്ലാം എടുത്തു മാറ്റിയേക്ക്. അങ്ങനെ ഓഫീസർ ഡോക്കിന്റെ സെല്ലിൽ പോയി അദ്ദേഹം കഷ്ടപ്പെട്ട് വരച്ച പെയിന്റിങ്സ് ഒക്കെ എടുത്തു കൊണ്ടുപോവുകയാണ്. അതേപോലെ അദ്ദേഹത്തിന്റെ പെയിന്റ് ബ്രഷും എല്ലാം. എന്നിട്ട് ഡോക്കിനോട് പറയാണ്, സോറി ഡോക്ക്, ഡോളിസൺ സാറ് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ക് സങ്കടത്തോടെ നെഞ്ചു പൊട്ടി പറയാണ്, എനിക്ക് ആകെയുള്ളത് പെയിന്റിംഗ് ആണ് എന്ന്. അതായത് അദ്ദേഹം മുഴുവൻ സമയം ചിലവഴിക്കുന്നത് പെയിന്റ് ചെയ്തിട്ടാണ്. അതാണ് അവരെടുത്തു കൊണ്ടുപോയത്. സോ ഫ്രാങ്കിന്റെ കൂടെ തന്നെ ഡോക്കും കാർപ്പൻറ്ററി സെക്ഷനിലാണ് ജോലി ചെയ്യുന്നത്. ഡോക്ക് ആകെ സങ്കടത്തിലാണ് എന്ന് ഫ്രാങ്ക് മനസ്സിലാക്കി. ഫ്രാങ്ക് അവിടെയുള്ള ഒരു ഓഫീസറിനോട് പറയാണ്, ഡോക്കിനെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. അപ്പൊ ആ ഓഫീസർ പറയാണ്, താൻ വന്ന ജോലി ചെയ്തു പോയാൽ മതി, എന്നോട് ഉത്തരവിടാൻ വരേണ്ട. സോ ഡോക്ക് ഒരു കോടാലി കൊണ്ടാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ജോലി ചെയ്യുന്ന സമയം ഡോക്കിന്റെ മൈൻഡിൽ പല കാര്യങ്ങൾ വന്നു. അതായത് താൻ ഇനി ജീവിതകാലം മുഴുവനും ഈ ജയിലിൽ വരക്കാൻ ആവാതെ ഇങ്ങനെ ജീവിച്ചു തീർക്കണം. എന്റെ കൈ കൊണ്ട് എനിക്ക് വരക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എനിക്ക് എന്റെ കൈ വേണ്ട എന്ന് ചിന്തിച്ചിട്ട് ഡോക്ക് ആ കോടാലി കൊണ്ട് തന്റെ കയ്യിലെ വിരലുകൾ മുറിച്ചു മാറ്റുകയാണ്. ഇത് കണ്ട് ഒരു ഓഫീസർ ആണെങ്കിൽ തല കറങ്ങി വീണു. പെട്ടെന്ന് ഡോക്കിന്റെ അടുത്തേക്ക് ഫ്രാങ്ക് ഓടിയെങ്കിലും ഓഫീസർ ഫ്രാങ്കിനെ തടഞ്ഞു നിർത്തി പോയി പണിയെടുക്കുമെന്ന് പറയുകയാണ്. കുറച്ച് ഓഫീസേഴ്സ് ഡോക്കിനെ അവിടുന്ന് കൊണ്ടുപോയി. ഡോക്കിന്റെ മുറിഞ്ഞുപോയ വിരലുകൾ ഒരു പെട്ടിയിലാക്കിയിട്ട് ഫ്രാങ്ക് ഓഫീസറിന് കൊടുത്തിട്ട് ഇത് റിപ്പോർട്ടിൽ ആഡ് ചെയ്യണം എന്നും പറയുന്നുണ്ട്. എന്തായാലും ഡോക്കിനെ കുറിച്ച് ആലോചിച്ച് സങ്കടത്തോടെ തന്റെ സെല്ലിൽ ഫ്രാങ്ക് ഇരിക്കുന്ന സമയമാണ് തന്റെ സെല്ലിന്റെ വെന്റിലേറ്റർ ഷാഫ്റ്റിൽ നിന്ന് ഒരു പാറ്റ പുറത്തു വരുന്നത് ഫ്രാങ്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് കണ്ടപ്പോ ഫ്രാങ്കിന്റെ മൈൻഡിൽ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നുന്നുണ്ട്. സോ ഇവിടെ ഫ്രാങ്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഫ്രാങ്കിന്റെ തൊട്ടു മുന്നിൽ ഇരിക്കുന്ന ഈ രണ്ട് സഹോദരങ്ങളാണ് ജോണും
ക്ലാരൻസും. ഇവർക്ക് രണ്ടുപേർക്കും 15 വർഷം ജയിൽ ശിക്ഷയാണ് ഉള്ളത്. അവര് ഫ്രാങ്കിനോട് പറയാണ്, ഹോ 15 വർഷം, 15 വർഷം കഴിയുമ്പോ നമുക്ക് എത്ര വയസ്സാവും. ആ രാത്രി ഫ്രാങ്ക് തന്റെ സെല്ലിൽ നിന്ന് താൻ അന്ന് മോഷ്ടിച്ച നെയിൽ കട്ടർ ഉപയോഗിച്ച് ആ വെന്റിലേറ്റർ ഷാഫ്റ്റ് ചരണ്ടി നോക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ഓഫീസർ ഉയർന്നത് ശ്രദ്ധയിൽപ്പെട്ട ഫ്രാങ്ക് പെട്ടെന്ന് ലൈറ്റ് ഓൺ ചെയ്ത് അവിടെ കിടന്ന് ബൈബിൾ വായിക്കുന്നത് പോലെ അഭിനയിച്ചു. ഇവിടെ ചാർലി തന്റെ വിഷമങ്ങളൊക്കെ ഫ്രാങ്കിനോട് പറയുന്നത് കാണാം. അദ്ദേഹം പറയാണ്, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്, എനിക്കിന്ന് 35 വയസ്സായി. ഞാൻ ഇനി ഈ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ കിളവനാവും. പക്ഷെ എനിക്ക് ഈ ജയിലിൽ നിന്ന് എങ്ങനെങ്കിലും ഇറങ്ങണം. എനിക്ക് വേണ്ടി എന്നെ ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണ് പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. സോ വലിയ വലിയ ആഡംബര കാറുകൾ മോഷ്ടിച്ചതിനാണ് ചാർലി ജയിലിലായത്. സോ ഇവിടെ ഓഫീസർ ചാർലിയോട് നിനക്കൊരു വിസിറ്റർ ഉണ്ട് എന്ന് പറയാനായി വന്നു. അത് വേറെ ആരുമല്ല, ചാർലി നേരത്തെ പറഞ്ഞ തന്നെ ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ സ്ത്രീയാണ്. പുള്ളിക്കാരി ചാർലിയുടെ അമ്മയുടെ വിശേഷം പറയാനാണ് വന്നത്. അതായത് ചാർലിയുടെ അമ്മക്ക് തീരെ സുഖമില്ല. അമ്മ ഇനി കുറച്ച് മാസങ്ങൾ കൂടി ജീവിക്കൂ എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് എന്നൊക്കെയാണ് പുള്ളിക്കാരി ചാർലിയോട് പറയുന്നത്. ചാർലി, നിനക്ക് നിന്റെ അമ്മയെ ഒന്ന് കോൾ ചെയ്യാൻ കഴിയോ? അറ്റ്ലീസ്റ്റ് നിന്റെ ശബ്ദം കേട്ടാലെങ്കിലും അമ്മ ഹാപ്പി ആവും എന്നൊക്കെ പുള്ളിക്കാരി പറഞ്ഞപ്പോൾ ചാർലി പറയാണ്, ഇവിടെ അതിനൊന്നും അനുവാദമില്ല. ഇവിടുത്തെ നിയമങ്ങൾ മറ്റു ജയിലിലെ പോലെയൊന്നുമല്ല. അപ്പൊ ഇവരുടെ സംഭാഷണമൊക്കെ ഓഫീസർ കേൾക്കും. അപ്പൊ ഓഫീസർ ജയിലിലെ നിയമങ്ങൾ പുറത്ത് പറയാൻ പാടില്ല എന്നും പറഞ്ഞ് ചാർലി കാമുകിയോട് സംസാരിക്കുന്ന ടെലിഫോൺ കട്ട് ചെയ്തു. അങ്ങനെ സങ്കടത്തോടെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് ചാർലിയോട് പുള്ളിക്കാരി പറയുകയാണ്. സങ്കടത്തോടെ സെല്ലിൽ പോയ ചാർലിയുടെ മൈൻഡ് ഇനി എങ്ങനെങ്കിലും ഈ ജയിലിൽ ചാടി പുറത്തു പോകണം, എന്നിട്ട് തന്റെ അമ്മയെ കാണണം, തന്നെ ഏറെ ഇഷ്ടപ്പെടുന്ന കാമുകിയെ വിവാഹം ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെയാണ്. അങ്ങനെ തൊട്ടപ്പുറമുള്ള നമ്മുടെ ഹീറോനോട് ചാർലി പറയാണ്, ഹേ ഫ്രാങ്ക്, എനിക്കറിയാം നീ ഈ ജയിൽ ചാടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന്. എന്നാൽ നീ ജയിൽ ചാടുന്നുണ്ടെങ്കിൽ എനിക്കും ചാടണം. അങ്ങനെ ഫ്രാങ്ക് രാത്രി നന്നായി ആലോചിച്ചു. അടുത്ത ദിവസം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ 3 പേരോട്, അതായത് ചാർലി, ജോൺ, ക്ലാരൻസ്, ഈ 3 പേരോട് ഫ്രാങ്ക് പറയാണ്, എനിക്ക് ഈ ജയിൽ ചാടാൻ വഴി കിട്ടി. നമ്മുടെ എല്ലാവരുടെയും സെല്ലിൽ ഒരു വെന്റിലേറ്റർ ഷാഫ്റ്റ് ഉണ്ട്. അത് ചിരണ്ടി തുറന്നാൽ യൂട്ടിലിറ്റി കോറിഡോറിലേക്കാണ് എത്തുക. അതുവഴി റൂഫ് ടോപ്പിൽ എത്താൻ സാധിക്കും. അപ്പൊ അവര് ഫ്രാങ്കിനോട് ചോദിക്കാണ്, ഇത്രയും വലിയ ഹോൾ ഉണ്ടാക്കുമ്പോൾ അത് എങ്ങനെ ഓഫീസേഴ്സിൽ നിന്ന് മറച്ചു വെക്കും? അതിനായി കുറച്ചധികം മാഗസിൻസ് കളക്ട് ചെയ്യണം. അത് വെച്ച് കാർഡ്ബോർഡ് പീസ് ഉണ്ടാക്കണം. അത് പെയിന്റ് ചെയ്ത് അത് അവിടെ തന്നെ തിരിച്ചു വെച്ച് ആ ഹോള് കവർ ചെയ്യണം. രാത്രിയാണ് നമ്മൾക്ക് ജയിൽ ചാടേണ്ടത്. ആ സമയം ഓഫീസേഴ്സ് നമ്മൾ ജയിൽ ചാടിയത് അറിയാൻ പാടില്ല. അങ്ങനെ അറിഞ്ഞാൽ നമ്മൾ പിടിക്കപ്പെടും. അതിനായി നമ്മൾ ഡമ്മി തലകൾ ഉണ്ടാക്കണം. പ്ലാസ്റ്ററോ കാർഡ്ബോർഡോ എന്തുകൊണ്ടായാലും പ്രശ്നമില്ല. നമ്മൾ നമ്മുടെ തന്നെ ഷേപ്പിലുള്ള ഡമ്മി തലകൾ ഉണ്ടാക്കണം. ജയിലിലെ മുടിയിടുന്ന സെക്ഷനിൽ നിന്ന് കുറച്ചധികം മുടികൾ ശേഖരിക്കണം. അതേപോലെ ക്ലോത്തിങ് സെക്ഷനിൽ നിന്ന് കുറച്ച് റെയിൻ കോട്ട്സും ലൈഫ് ജാക്കറ്റ്സും കാണാതെ മോഷ്ടിക്കണം. അങ്ങനെ ഫ്രാങ്കിന്റെ ഈ പ്ലാൻ കേട്ട് അവര് 3 പേരും അതിന് റെഡിയായി. കാരണം നല്ലൊരു അടിപൊളി പ്ലാൻ തന്നെയാണ് ഫ്രാങ്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഫ്രാങ്ക് രാത്രി സമയം തന്റെ വെന്റിലേറ്റർ ഷാഫ്റ്റ് ചിരണ്ടാനായി പോവുകയാണ്. ഓഫീസർ വരുന്നുണ്ടെങ്കിൽ ചാർലി ചെറുതായി വിസിലടിച്ച് ഫ്രാങ്കിനെ അറിയിക്കും. സോ നെയിൽ കട്ടർ ഉപയോഗിച്ച് ഫ്രാങ്ക് അത് ചിരണ്ടാനായി തുടങ്ങി. എന്നാൽ നെയിൽ കട്ടർ ഉപയോഗിച്ച് അത് മുഴുവനായും ചിരണ്ടൽ ഭയങ്കര ടാസ്ക് ആണ്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ഭക്ഷണം കഴിക്കുന്ന സമയം കിച്ചണിൽ നിന്ന് ഒരു സ്പൂൺ ഫ്രാങ്ക് എടുത്ത് പോക്കറ്റിൽ ഇടുന്നുണ്ട്. അപ്പൊ എന്തിനാണ് ഈ സ്പൂൺ എടുത്തത് എന്ന് ചോദിച്ചാല് തന്റെ കയ്യിലുള്ള നെയിൽ കട്ടർ പീസസ് ആക്കിയിട്ട് അതിന്റെ മൂർച്ചയുള്ള ഭാഗങ്ങൾ മാത്രം പുറത്തെടുക്കും. എന്നിട്ട് തീയിലിട്ട് കത്തിച്ചിട്ട് ഫ്രാങ്ക് ആ മൂർച്ചയുള്ള ഭാഗം ഈ സ്പൂണുമായിട്ട് വെൽഡ് ചെയ്ത് എടുക്കുകയാണ്. അങ്ങനെ ഫ്രാങ്ക് അത് അടിപൊളിയായിട്ട് തന്നെ വെൽഡ് ചെയ്തെടുത്തു. എന്നിട്ട് അത് വെച്ച് ഫ്രാങ്ക് ചരണ്ടുകയാണ്. അപ്പോ ദാ ഒരു ഓഫീസർ അത് വഴി വരുന്നു. പെട്ടെന്ന് ചാർലി വിസിലടിച്ചു. ഫ്രാങ്ക് അപ്പോ തന്നെ ബെഡിൽ കയറി കിടന്നു. ഇവിടെ എന്താ ഒരു കത്തിയ മണം എന്ന് ഓഫീസർ ഫ്രാങ്കിനോട് ചോദിച്ചപ്പോൾ ഫ്രാങ്ക് പറയാണ്, എന്ത് മണം? എനിക്കൊന്നും മണക്കുന്നില്ലല്ലോ. എന്നാൽ എനിക്ക് തോന്നിയതായിരിക്കാം എന്നും പറഞ്ഞ് ഓഫീസർ അവിടുന്ന് പോയി. ഓഫീസർ പോയതിനു ശേഷം ഫ്രാങ്ക് വീണ്ടും തന്റെ പണി കണ്ടിന്യൂ ചെയ്തു. സോ ഇവിടെ ചരണ്ടി ചരണ്ടി ഒരു തല പോകുന്ന വിധത്തിലുള്ള വലുപ്പത്തിൽ ഫ്രാങ്ക് അത് റെഡിയാക്കിയിട്ടുണ്ട്. സോ ഇവരെ മാറി മാറിയാണ് ഇവിടെ പണിയെടുക്കുന്നത്. അതായത് ഫ്രാങ്ക് തന്റെ സെല്ലിൽ നിന്ന് ചെയ്യുമ്പോൾ ചാർലി നോക്കും, ചാർലി ചെയ്യുമ്പോൾ ഓഫീസേഴ്സ് വരുന്നുണ്ടോ എന്ന് ഫ്രാങ്ക് നോക്കും. ഇതേ അവസ്ഥ
അവസ്ഥ തന്നെയാണ് ജോണിന്റെയും ക്ലാരൻസിന്റെയും. ഇത് ചരണ്ടി ഇങ്ങനെ വലുതാക്കി അവിടെ വെച്ചാൽ പോരാ, അത് മറക്കാനായി കാർഡ്ബോർഡ് കൊണ്ടും റെഡിയാക്കണം. അതും ഫ്രാങ്ക് നന്നായി ചെയ്യുന്നതായി കാണാം. അതേപോലെ അവര് 4 പേരും അവരുടെ ഡമ്മി തലകളും പ്ലാസ്റ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നിർമ്മിക്കുന്നുണ്ട്. കളേഴ്സ് ഒക്കെ ഉപയോഗിച്ച് അവരുണ്ടാക്കിയ തല കളർ ചെയ്യും. മുടി വെട്ടുന്ന സ്ഥലത്ത് നിന്ന് അവര് കാണാതെ മുടികൾ ശേഖരിച്ചിട്ടുണ്ട് അവരുടെ ഡമ്മി തലയിൽ ഒട്ടിക്കാൻ വേണ്ടി. സോ ഇവിടെ ഫ്രാങ്ക് തന്റെ ഡമ്മി തല അടിപൊളിയായി തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. അത് ഫ്രാങ്ക് തലയാണയിൽ വെച്ച് പുതപ്പ് കൊണ്ട് മൂടി, അതായത് താൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് എന്ന് പോലെ വരുത്തി വെച്ചിട്ട് ഫ്രാങ്ക് ആ ഹോളിലെ കൂടി ചാടി പുറത്തിറങ്ങുകയും അത് അടച്ചു വെക്കുകയും ചെയ്തു. സോ ഇവിടുത്തെ അവസ്ഥ എന്താണ്, ഇവിടെ ഇനി എങ്ങനെയാണ് റൂഫ് ടോപ്പിലേക്ക് പോകേണ്ടത് എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഫ്രാങ്ക് ഇവിടത്തേക്ക് ഇപ്പോൾ പോയിട്ടുള്ളത്. എന്നാൽ ഗൈസ് ഇവിടെ ചെറിയ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഒരു ഓഫീസർ ഫ്രാങ്കിന്റെ സെല്ലിന്റെ അടുത്ത് വന്നു. അവിടെ ഫ്രാങ്ക് ഇല്ല, പകരം ഫ്രാങ്കിന്റെ ഡമ്മി തലയാണ്. ഓഫീസർ ചാർലിയോട് ചോദിക്കാണ്, എന്തേ ഫ്രാങ്ക് ഇന്ന് നേരത്തെ ഉറങ്ങിയോ? സർ, അവന് തീരെ സുഖമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം അവൻ ഇന്ന് നേരത്തെ കിടന്നത്. എന്നാൽ ഫ്രാങ്കിന്റെ മുടി കണ്ട് സംശയം തോന്നിയ ഓഫീസർ ആ തല നോക്കാനായി പോവുകയാണ്, അതായത് ഡമ്മി തല. എന്നാൽ അത് ഡമ്മി അല്ല, അത് ഫ്രാങ്ക് തന്നെയാണ് ഗൈസ്. സോ അടുത്ത ദിവസം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫ്രാങ്ക് അവരോട് ചോദിക്കാണ്, ഗൈസ് എന്തായി, നിങ്ങളുടെ ഡമ്മി തലകൾ റെഡിയായോ? അപ്പൊ ജോണും ക്ലാരൻസും യെസ്, നമ്മുടെ ഓൾമോസ്റ്റ് റെഡിയായി എന്ന് പറയാണ്. ചാർലി എന്റേതാവാൻ ഇനിയും കുറച്ച് സമയം എടുക്കും എന്നും പറഞ്ഞു. ഫ്രാങ്ക് പറയാണ്, ഞാൻ ഇന്നലെ രാത്രി പോയി നോക്കി, ഏതിലെ കൂടിയാണ് റൂഫ് ടോപ്പിൽ എത്തേണ്ടത് എന്ന് ഞാൻ കണ്ടുപിടിച്ചു. അത് ഉയരത്തിലായിട്ടാണുള്ളത്. നമ്മൾ ഒന്നിച്ചു നിന്നാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ കഴിയൂ എന്നും അവരോട് ഫ്രാങ്ക് പറയുന്നുണ്ട്. അതേപോലെ അതിന്റെ ടോപ്പിൽ കയറണമെങ്കിൽ അവിടെ ഡ്രില്ല് ചെയ്ത് ഹോൾ ഉണ്ടാക്കണം. അതിനായി ഒരു ഡ്രില്ലിംഗ് മെഷീൻ എങ്ങനെയെങ്കിലും കാർപ്പൻട്രി സെക്ഷനിൽ നിന്ന് മോഷ്ടിക്കണം എന്നും ഫ്രാങ്ക് പറയുന്നുണ്ട്. അങ്ങനെ അത് ജോൺ കാണാതെ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഉപയോഗിച്ച് ഫ്രാങ്ക് അവിടെ ഡ്രില്ല് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അവര് ചെയ്യുന്നത് രാത്രിയാണ്. പക്ഷെ ഇവിടെ ഫ്രാങ്ക്, ജോൺ, ക്ലാരൻസ് ഇവര് 3 പേരും നന്നായി അവരുടെ സെല്ലിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചാർലി എന്ന ഇദ്ദേഹം മാത്രമാണ് എല്ലാ കാര്യത്തിലും പിന്നോട്ടായിട്ടുള്ളത്. ഡമ്മി തല പോലും ചാർലി ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല. സോ ഇവിടെ ഒരു ദിവസം ഇംഗ്ലീഷ് ഫ്രാങ്കിന് കുറച്ച് ബുക്സുമായി വന്നു. എന്നിട്ട് ഒരു ബുക്ക് കൊടുത്തിട്ട് ഓക്കെ ബ്രോ പിന്നെ കാണാം എന്ന് പറഞ്ഞു പോകുമ്പോൾ ഫ്രാങ്ക് ഗുഡ് ബൈ എന്ന് പറയുകയാണ്. അതായത് ഞാൻ ഇവിടുന്ന് ചാടനെ പോവുകയാണ് എന്ന് ഇംഗ്ലീഷിനോട് ഫ്രാങ്ക് പറഞ്ഞു. ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് ഇംഗ്ലീഷ് ഓൾ ദ ബെസ്റ്റ് എന്നും ഫ്രാങ്കിനോട് പറയാണ്. പക്ഷെ രാത്രിയാവുമ്പോൾ ഫ്രാങ്കിന്റെ സെല്ലിൽ നിന്ന് എന്തൊക്കെയോ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് കുറച്ച് ഓഫീസേഴ്സ് ഡോളിസൺ സാറിനോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അന്വേഷിക്കാനായി ഡോളിസണും വേറൊരു ഓഫീസറും ഫ്രാങ്കിന്റെ സെല്ലിലേക്ക് വന്നു. എന്നിട്ട് ഫ്രാങ്കിന്റെ കട്ടിലൊക്കെ പുറത്തിട്ടിട്ടൊക്കെ എല്ലാം മുഴുവനും ചെക്ക് ചെയ്തു. എന്നാൽ എന്താ ഈ ഹോള് നമ്മുടെ ഹീറോ അടിപൊളിയായിട്ട് തന്നെ ആർക്കും മനസ്സിലാവാത്ത വിധം കാർഡ്ബോർഡ്സ് ഉപയോഗിച്ച് പെയിന്റ് ഒക്കെ ചെയ്ത് മറച്ചിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ വലിയ ഹോൾ ഉണ്ട് എന്ന് ഒരുത്തരും കണ്ടെത്താൻ സാധിക്കില്ല. അൺലെസ് അത് പുറത്തെടുത്താൽ മാത്രമേ അവിടെ ഹോൾ ഇല്ലതായി കണ്ടെത്താൻ സാധിക്കൂ. എന്തായാലും അത് ഭാഗ്യത്തിന് ഈ ഓഫീസേഴ്സ് കണ്ടിട്ടില്ല. അടുത്ത ദിവസം അവര് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വുൾഫ് അവിടെ വന്നിട്ട് ഫ്രാങ്കിനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഡാ, നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചോ? നിന്നെ ഞാൻ എന്തായാലും കൊല്ലുമേടാ. അപ്പോഴേക്കും ഓഫീസേഴ്സ് വുൾഫിനെ അവിടുന്ന് പിടിച്ചു കൊണ്ടുപോയി ഇവിടെ വീണ്ടും പുറത്തു വെച്ച് വുൾഫ് കാണാതെ പോയിട്ട് ഫ്രാങ്കിനെ കുത്തിക്കൊല്ലാനായി പോവുകയാണ്. എന്നാൽ ഇംഗ്ലീഷ് ആണെന്ന് വുൾഫിനെ പിടിച്ചിട്ട് പറയാണ്, മോനെ ബാ, മോനെ ബാ, അത് വഴിയല്ല ഇത് വഴി. സോ ഇവിടെ ഫ്രാങ്കിനെ ഇംഗ്ലീഷ് ആണ് വുൾഫിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, അല്ലെങ്കിൽ പിന്നെയും വെറുതെ വള്ളി കേസായേനെ. അപ്പൊ ഇന്ന് രാത്രിയാണ് അവര് ജയിലിൽ ചാടാനായി പോകുന്നത്. അങ്ങനെ അവര് 3 പേരും പ്ലാൻ പോലെ അവരുടെ സെല്ല് വെന്റിലേറ്റർ ഷാഫ്റ്റില് ഹോൾ ഉണ്ടാക്കി പുറത്തിറങ്ങി ഇനി ജസ്റ്റ് റൂഫ് ടോപ്പിലേക്ക് എത്തിയാൽ മാത്രം മതി. എന്നിട്ട് അവിടെ നിന്നാണ് പുറത്തേക്ക് രക്ഷപ്പെടേണ്ടത്. സോ ഈ ചാർലി എന്ന ഇദ്ദേഹം ഭയങ്കര സ്ലോ ആണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ചാർലി മാത്രം പോകാതെ അവിടെ കിടന്നു മോങ്ങുകയാണ്. അതായത് ചാർലിക്ക് ഒരു കൺഫ്യൂഷൻ, ജയിലിൽ ചാടിയാൽ രക്ഷപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ. അതുകൊണ്ടാണ് ചാർലി അവിടെ തന്നെ കിടന്നു കരയുന്നത്. എന്തായാലും ഇവൻ ഇവിടെ കിടന്നു കരയുന്ന സമയം അവര് 3 പേരും റൂഫ് ടോപ്പിലേക്ക് പോവുകയാണ്. അവര് കുറെ നേരം ചാർലിയെ കാത്തു നിന്നെങ്കിൽ കൂടി ചാർലി വരുന്നതൊന്നും കാണാത്തത് കൊണ്ട് അവര് റൂഫ് ടോപ്പിലേക്ക് പോയി. ഇനി ചാർലി വന്നാലും കാര്യമില്ല, കാരണം ചാർലിക്ക് ഒറ്റയ്ക്ക് റൂഫ് ടോപ്പിലേക്ക് എങ്ങനെയും കയറാൻ കഴിയില്ല. ആരെങ്കിലും കൈ പിടിച്ച് കയറ്റണം, എന്നാൽ മാത്രമേ അവിടുന്ന് റൂഫ് ടോപ്പിലേക്ക് എത്താൻ സാധിക്കൂ. റൂഫ് ടോപ്പിലെത്തി ഇവര് 3 പേരും പതുങ്ങി പതുങ്ങി പുറത്തെത്തി. ആ സമയമാണ് നമ്മുടെ ചാർലി അണ്ണന് ബോധം വന്നത്, അതായത് എനിക്കും ജയിൽ ചാടണമെന്ന്. അങ്ങനെ ചാർലി ചാടനെ വെന്റിലേറ്റർ ഷാഫ്റ്റിലെ പുറത്തേക്ക് പോവുകയാണ്. പക്ഷെ കാര്യമില്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അങ്ങനെ ഇനി തനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, തന്റെ അവസരം പാഴായി എന്ന് ചാർലിക്ക് മനസ്സിലായി.
തിരിച്ച് വീണ്ടും കരഞ്ഞുകൊണ്ട് സെല്ലിലേക്ക് തന്നെ വിട്ടു. ഈ സമയം അവര് 3 പേരും ജയിലിന്റെ പുറത്തെത്തി വെള്ളത്തിലേക്ക് കൂടി അവര് ലൈഫ് ജാക്കറ്റ് ഊതി വീർപ്പിച്ചിട്ട് അത് പിടിച്ച് ആ തണുത്ത വെള്ളത്തിലെ നീന്തി രക്ഷപ്പെടുകയാണ്. അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ ഓഫീസേഴ്സ് എല്ലാവരും ഉറങ്ങി എഴുന്നേറ്റു എന്ന് നോക്കാനായി വന്നു. അപ്പോ ദാ ചാർലി അവിടെയുണ്ട്. ഫ്രാങ്ക് ഉറങ്ങി എഴുന്നേൽക്കാത്തത് കണ്ട ഓഫീസർ ഫ്രാങ്ക് എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് സെല്ലിലേക്ക് കയറിയപ്പോൾ അവിടെ ഫ്രാങ്ക് ഇല്ല, പകരം ഒരു ഡമ്മി തല മാത്രമേ ഉള്ളൂ. ഫ്രാങ്കും മറ്റു 2 പേരും ജയിൽ ചാടി എന്ന് അവർക്ക് മനസ്സിലായി. ഇവിടെ ഇംഗ്ലീഷാണ് അഭിമാനത്തോടെ തന്റെ സെൽ നിൽക്കുന്നത് കാണാം. കാരണം ഫ്രാങ്ക് പറഞ്ഞതുപോലെ ജയിൽ ചാടിയല്ലോ. എന്തായാലും അതിനുശേഷം പോലീസ് മുഴുവനും അവരെ 3 പേരെയും അന്വേഷിച്ചു. ഹെലികോപ്റ്ററിലും ബോട്ടിലും അതേപോലെ മുങ്ങൽ വിദഗ്ധരൊക്കെ വന്നിട്ട് അവരെ 3 പേരെ മുഴുവനും അന്വേഷിച്ചു. എന്നാൽ അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത് അവരുടെ ബോഡിയെങ്കിലും നമ്മൾ കണ്ടെത്തുമെന്നാണ്. എന്നാൽ ഇത്രയും വർഷങ്ങളായിട്ട് പോലും അവർക്കൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. 1960-ലാണ് ഫ്രാങ്ക് ജയിലിലായത്. 1962-ലാണ് ജയിലിൽ ചാടിയത്. സോ ഗൈസ്, നിങ്ങൾ ഇപ്പോ കണ്ടതും കേട്ടതൊക്കെ റിയൽ ആയിട്ടുള്ള ശരിക്കും നടന്ന കഥയാണ്. ഈ സംഭവത്തിന് ശേഷം അൽക്കട്രാസ് ജയിൽ 1 വർഷത്തോളം അടച്ചു പൂട്ടിയിട്ടുണ്ട്. ഈ ജയിൽ ചാടിയ 3 പേര് ജീവനോടെ രക്ഷപ്പെട്ടോ അതോ ആ വെള്ളത്തിൽ മുങ്ങിച്ചത്തോ എന്നൊന്നും തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സോ ഇപ്പോൾ 2025 അവര് 3 പേരും ജീവനോടെ ഉണ്ടെങ്കിൽ തന്നെ അവർക്കൊരു 90-95 വയസ്സ് പ്രായമുണ്ടാവും. അപ്പോ ഇതാണ് റിയൽ സ്റ്റോറി ആയ എസ്കേപ്പ് ഫ്രം അൽക്കട്രാസ് എന്ന സിനിമയുടെ കഥ. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. പിന്നെ ഒരു യുണീക്ക് ആയിട്ടുള്ള സ്റ്റോറിയാണ് സ്റ്റിൽ ടൈം എന്ന ഈ സിനിമ. സോ അതിവിടെ ക്ലിക്ക് ചെയ്ത് കണ്ടു നോക്കൂ. അപ്പോ ശരി, ബൈ.